ഒരുപാട് നല്ല നല്ല വിശേഷങ്ങൾ പറഞ്ഞു തരാനായി നമുക്ക് വളരെ പ്രിയങ്കരനായ ഒരു യുവ നടനാണ് എനിക്ക് മുന്നിൽ ഇരിക്കുന്നത്. നമ്മൾ സിനിമാ പ്രേമികൾക്ക് മുന്നിൽ ഏറ്റവും പുതിയതായി എത്തിയ മലയാള സിനിമയാണ് KL1010. ഇതിലെ നായകനായി വീണ്ടും നമുക്ക് മുന്നിൽ എത്തിയിരിക്കുന്നു നമുക്ക് പ്രിയങ്കരനായ നടൻ ഉണ്ണി മുകുന്ദൻ. ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എപ്പിസോഡിലേക്ക്. വെൽക്കം ഉണ്ണി. താങ്ക് യു സോ മച്ച് ഇവിടെ വന്നതിന്. KL1010 റിലീസായി തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കൺഗ്രാറ്റ്സ് അതിന് ആദ്യമേ തന്നെ. എന്തായാലും ഉണ്ണി ഭയങ്കര ടയേർഡായിട്ടാണ് ഇരിക്കുന്നത്. ഒരുപാട് പ്രൊമോഷൻസും ലോട്ട്സ് ഓഫ് ഷൂട്ടിംഗ് ഹാപ്പനിങ്. ഒരുപാട് സന്തോഷം ഉണ്ണി, യു ആർ ഡൂയിങ് സോ വെൽ. താങ്ക് യു. അപ്പോൾ KL1010 KL1010നെ കുറിച്ച് പറയുകയാണെങ്കിൽ KL10 ബേസിക്കലി KL10 എന്ന് പറയുമ്പോൾ മലപ്പുറം രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ മലപ്പുറത്ത് നടക്കുന്ന ഒരു കഥയായിട്ടാണ് KL1010 എന്ന സിനിമ. അഹമ്മദാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. അഹമ്മദ് ഒരു ഡേ ഡ്രീമിങ് ചെയ്യുന്ന പയ്യനാണ്. അവൻ ഭയങ്കര അലസനാണ്. അവന് ബുദ്ധിജീവിയാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ക്യാരക്ടർ പക്ഷെ അല്ല. പിന്നെ മുഹമ്മദിനെ കുറിച്ച് പറയാം, നല്ലൊരു ഫുട്ബോളറാണ്. മുഹമ്മദ് മലപ്പുറത്തുള്ള പയ്യനായതുകൊണ്ട് നന്നായിട്ട് ഫുട്ബോൾ കളിക്കുവാണ്. പിന്നെ പ്രണയമുണ്ട്. അവൻ്റെ പ്രണയമാണ് ഇത് വിഷയം. അവൻ ആ പ്രണയം ഉള്ളതുകൊണ്ട് അവൻ്റെ വീട്ടുകാർക്കും അവൻ്റെ ഫ്രണ്ട്സിനും അവൻ്റെ കസിൻസ് എല്ലാവർക്കും വരുന്ന പ്രശ്നങ്ങളാണ് ചെറിയ രീതിയിൽ നമ്മൾ ഈ സിനിമയിൽ കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ എന്തായാലും ഇപ്പൊ അഹമ്മദിന്റെ കുറെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. അലസനാണ്, എല്ലാവരെ കൊണ്ടും ബുദ്ധിജീവിയാണെന്ന് പറയിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്, ഫുട്ബോൾ ലവറാണ്, പ്രണയമുണ്ട്. ഇതിൽ ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ണി മുകുന്ദനുണ്ട്? അതോ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണോ അഹമ്മദ്? ഞാൻ അങ്ങനെ അലസനല്ല ഞാൻ. പക്ഷെ അഹമ്മദിന്റെ കുറേയൊക്കെ ഞാൻ റിലേറ്റ് ചെയ്യുന്നു. ബിക്കോസ് ചൈൽഡിഷ് ആണ്, കുറച്ച് സെല്ലിയാണ് ചില സമയത്ത് ചില ചെയ്യുന്ന കാര്യങ്ങളോട് ചെയ്തു പോകുന്ന ഒരാളാണ്. ബട്ട് ഈസ് വെരി ഗുഡ്. നമ്മൾ ഈ സിനിമയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സിനിമയിൽ ജിൻ എന്നൊരു കൺസെപ്റ്റ് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ജിൻ പറയുന്നത് നല്ല ആൾക്കാരുടെ ഒപ്പം നല്ല ജിന്നുകളുണ്ടാവും, ചീത്ത ആൾക്കാരുടെ ഒപ്പം ചീത്ത ജിൻ. അപ്പോൾ എല്ലാവർക്കും ഓരോ ജിന്നുണ്ടെന്നാണ് നമ്മൾ സിനിമയിൽ പറയുന്നത്. അപ്പോൾ എനിക്കൊരു ജിന്നുണ്ട്. അപ്പോൾ എൻ്റെ ജിന്നിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ നല്ലവനാണോ ചീത്തവനാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം അവൻ നല്ലവനാണോ ചീത്തയാണോ അവന് തീരുമാനിക്കാൻ. സോ ഈ സിനിമയിൽ അത് അവൻ തിരിച്ചറിയാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു ഐ തിങ്ക് ലൈറ്റ് ഹ്യൂമർ റൊമാൻറ്റിക് കോമഡീസിൻ്റെ ഒരു ജോണറിൽ പെടുന്ന ഒരു സിനിമയാണ് KL1010. ഞാൻ ഇതുവരെ ഇത്തരം ക്യാരക്ടേഴ്സ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് വരുന്നത് കുറച്ചും കൂടി ഭയങ്കര പക്വതയുള്ള ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ സീരിയസ് ടച്ച്, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ജെന്റിൽമാൻ എന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് കിട്ടിയേക്കണം. അഹമ്മദ് എനിക്ക് 27 ഏജാണ്. അഹമ്മദ് ഈ സിനിമയിൽ നമ്മൾ പറയുന്നത് 20 വയസ്സ് പറയുന്നുള്ളൂ. അപ്പോൾ 20 വയസ്സുള്ള ആളുടെ ലുക്കിലേക്ക് വരേണ്ടി വന്നു. ഈ സിനിമയിൽ അങ്ങനത്തെ ഒരു മസിൽ കൺസെപ്റ്റ് ഇല്ല. ഞാൻ കുറെ റണ്ണിങ് ഒക്കെ ചെയ്ത് ആ മസിലൊക്കെ വിക്രമാദിത്യന് വേണ്ടിയിട്ട് കൊണ്ടുവന്നു. പിന്നെ ഞാനിപ്പോൾ സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെയും എന്നോട് ഡയറക്ടർ പറഞ്ഞു കുറച്ചും കൂടി മസ്കുലാരിറ്റി വേണം ഈ ക്യാരക്ടറിന്. അപ്പോൾ അത് അതെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുട്ബോൾ പഠിച്ചു, കാര്യങ്ങൾ ചെയ്തു വന്നു. ആൻഡ് സോ ഒരു 20 വയസ്സുകാരനായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. കുറേ പേര് പറഞ്ഞു ഉണ്ണിയുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ് അഹമ്മദ് എന്ന ക്യാരക്ടർ. കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഐ ബിലീവ് ഞാൻ എൻ്റെ ഒരു ഇമേജിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഐ ആം സോ ഹാപ്പി ദാറ്റ് അങ്ങനെ. എന്തായാലും KL1010 ഡയറക്ടർ മൊഹസിൻ പറഞ്ഞത് നിങ്ങൾ വളരെ നല്ല സുഹൃത്തുക്കളാണ് നേരത്തെ തന്നെ. അപ്പോൾ ഒരുപാട് നാളായിട്ട് മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു ആഗ്രഹമാണ് KL1010. പിന്നെ വിക്രമാദിത്യൻ ചെയ്യുന്ന സമയത്ത് ഉണ്ണി തന്നെയാണ് വിളിച്ച് പറഞ്ഞത് നമുക്ക് ഇനി KL1010 ചെയ്യാം, ഇനി അത് ചെയ്യാൻ സമയമായി എന്ന് എനിക്ക് തോന്നുന്നു എന്ന് മൊഹസിൻ പറഞ്ഞു. അതേപോലെ തന്നെ മൊഹസിൻ പറഞ്ഞ കാര്യമാണ്, ഭയങ്കര മസിലൊക്കെ വെച്ചിട്ടാണ് ആ സമയത്ത് ഇരുന്നിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല, ഇതിൽ അഭിനയിക്കണമെങ്കിൽ ഒരു 70 കിലോ എങ്കിലും വേണം. 70 കിലോ ആക്കി. പിന്നെ ഇടയിൽ നിങ്ങൾ ഒരു സൗന്ദര്യ പണക്ക് വന്നപ്പോൾ വാശിക്ക് ഉണ്ണി ഭക്ഷണം കഴിച്ച് 2 കിലോ കൂട്ടി 72 ആക്കി. അതൊക്കെ ശരിയാണോ? എല്ലാം ശരിയാണ്. മോസിൻ എൻ്റെ ഒരു സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ KL10 കുറിച്ച് പറയുകയാണെങ്കിൽ മോസിൻ സത്യത്തിലൊരു അഹമ്മദ് ഉണ്ട്, ഒരു അഹമ്മദിന്റെ ക്യാരക്ടർ ഉണ്ട്, അത് മോസിൻ തന്നെയാണ്. ഞാൻ മോസിന്റെ അടുത്ത് ചോദിച്ചു ഇനി അഹമ്മദ് എന്ന് പറയുന്നത് ഡയറക്ടറുടെ തന്നെ കുറെ സ്വഭാവമൊക്കെ അതിനകത്ത് ഉണ്ടോന്ന് ചോദിച്ചപ്പോൾ വിട്ട് പറഞ്ഞില്ല. മോസിൻ തന്നെയാണ്. എന്നെക്കാളും കൂടുതൽ മോസിനാണ് ആ ക്യാരക്ടറോട് റിലേറ്റ് ചെയ്യുന്നത്. ഞാനും ഈ പറഞ്ഞ അഹമ്മദ് എന്ന ക്യാരക്ടറിനോട് റിലേറ്റ് ചെയ്യുന്നു, ബട്ട് നോട്ട് എക്സാക്ട്ലി.
മോസിന്റെ മകന്റെ പേര് അഹമ്മദനാണ്, അങ്ങനെയാണ് ക്യാരക്ടറിന്റെ പേര് അഹമ്മദ്. ഈ സിനിമയിൽ ഒരു താരാട്ട് പാട്ടുണ്ട്, നമ്മുടെ ടീസറിൽ വാപ്പച്ചിന്റെ ചുള്ളൻചക്കനെ, ഉമ്മച്ചിയുടെ സൈലന്റ് കുട്ടനെ, നാളെ ഒരു ജീനിയസ് ആകണം, മറ്റന്നാളൊരു ലെജൻഡ് ആകണം. മോസിന്റെ മകന് വേണ്ടി പാടിക്കൊണ്ട് നടക്കുന്ന പാട്ടാണ് ഈ സിനിമയിൽ നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ അവന്റെ ലൈഫിൽ നടന്ന പല സംഭവങ്ങളും, അവന്റെ എക്സ്പീരിയൻസും, അവൻ വളർന്ന് വന്ന സാഹചര്യങ്ങളും എല്ലാം, പിന്നെ അവൻ്റെ ഒരു ഫാൻറ്റസി ഒക്കെ കൂടി വന്ന ഒരു സിനിമയാണ് കേൾട്ടൻ 10. എൻ്റെ അടുത്ത് ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഈ പറഞ്ഞില്ല 20 വയസ്സുള്ള ഒരു ക്യാരക്ടറാണെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വിക്രമാദിത്യൻ ചെയ്യാണ്, അത് പോലീസ് ഓഫീസറാണ്, ഭയങ്കര പക്വതയുള്ള ഒരാളാണ്. ഈ സിനിമയുടെ റിസൾട്ട്, എസ്പെഷ്യലി പടം ഹിറ്റായിട്ട് വേണം എനിക്ക്, എനിക്കത് അല്ലെങ്കിൽ നീ ബെസ്റ്റ് ഓപ്ഷൻ ഇസ് ദാറ്റ് അങ്ങനെ ഏജ് വെച്ച് കാസ്റ്റ് നമുക്ക് വേറെ എപ്പോഴെങ്കിലും പടം ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, എനിക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല, കുഴപ്പമില്ല. അപ്പോൾ അവൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ അവൻ എന്നോട് ഒറ്റ കാര്യം പറഞ്ഞുള്ളത്, ഉണ്ണിയെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നതാണ് ഞാനൊരു ഡയറക്ടർ എന്ന നിലയിൽ എനിക്കൊരു കിട്ടുന്ന ഒരു കിക്ക്. അപ്പോൾ ശരി, ഓക്കെ, വെയിറ്റ് ചെയ്ത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പ്രാക്ടിക്കൽ കാര്യങ്ങൾ പടം ഹിറ്റായപ്പോൾ പിന്നെ ഇറ്റ് വാസ് ക്വൈറ്റ് ഈസി. അപ്പോൾ ഞാനും മാനസികമായിട്ടും എനിക്ക് തോന്നി ഇനിയൊരു ആസ് എൻ ആക്ടർ ആ സമയത്ത് എനിക്ക് കുറച്ചുകൂടി ചലഞ്ച് ചെയ്യപ്പെടുന്ന ഒരു അത്രയും വലിയ സ്ക്രിപ്റ്റ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഐ തോട്ട് ഓക്കെ, വൈ നോട്ട് ഡു ദിസ്. വിക്രമാദിത്യനിലുണ്ടായ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിൽ ഞാൻ ലാലു ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കഥ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് സഹായിക്കണം. അപ്പോൾ പുള്ളിക്കാരന് ആണ് സ്വന്തം പോക്കിരുന്ന് എനിക്കൊരു അഡ്വാൻസ് തന്നത്. പടം ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തോളാം. പിന്നീട് അലക്സ് ചേട്ടനെയും സതീഷ് ചേട്ടനും പ്രൊഡ്യൂസേഴ്സ് സദസ്സും ഡബിൾ ഡെക്കർ ഫിലിംസ് എന്നൊരു സിനിമ മീൻസ് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടായി. പിന്നെ അവർ ഏറ്റെടുത്തു. പിന്നെ ഞങ്ങൾക്ക് പയ്യന്മാർക്ക് ഭയങ്കര റിലാക്സിങ്, ബിക്കോസ് ദേ ആർ വെരി സപ്പോർട്ടീവ്. നല്ല സിനിമകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു. ലൈക്ക് മോസിൻ ആസ് എ ന്യൂ കമർ ഡയറക്ടറിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബ്രേക്കാണ് എനിക്ക്. ഞാനൊരു ഒരു ആക്ടർ ഒരു രീതിയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യേണ്ടി വന്നു, ഫുട്ബോൾ പഠിക്കേണ്ടി വന്നു. ബേസിക്കലി ക്രിക്കറ്റ് ഫാനാണ്. അപ്പോൾ എനിക്ക് താല്പര്യമില്ലാത്തൊരു ഗെയിം കളിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഫോഴ്സ്ഡ് ആയിരുന്നു. പക്ഷെ മോസിൻ പറയും അത് പഠിച്ചെടുക്കടാ, അപ്പോഴല്ലേ നിനക്കൊരു ആസ് എൻ ആക്ടർ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു എനർജിയാണ്. ഓക്കെ ശരിയാണ്, ഹാവ് ടു ഡു സംതിങ്. അപ്പോൾ സിനിമയിലൊരു ഷോട്ട് ഉണ്ട്, ഞാനിങ്ങനെ കാലുകൊണ്ട് ഫുട്ബോൾ ജഗിൾ ചെയ്യുന്നൊരു സീക്വൻസ് ഒരു 50ഓളം ടൈം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. സോ നോക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഒരു ആസ് എൻ ആക്ടർ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് എടുക്കാൻ എന്തെങ്കിലും ഉണ്ടെന്ന് പറയുമ്പോഴാണ് എനിക്ക് ആ സിനിമ അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു താല്പര്യം കൂടി വരുന്നത്. ഇപ്പോൾ ഫയർമാൻ എന്ന സിനിമയിൽ വളരെ സട്ടിൽ സംഭവമായിരുന്നു. അത് ദൈവം സഹായിച്ചിട്ട് പടം നന്നായിട്ട് പോയി. വിക്രമാദിത്യനിൽ ഫിസിക്കലി മെൻ്റലി ഞാൻ ഇതുവരെ ആ സമയത്ത് വിക്രമാദിത്യൻ റിലീസായപ്പോൾ ഉണ്ണി ചെയ്ത ഏറ്റവും സട്ടിലായിട്ട് മെച്ചുവേർഡ് ക്യാരക്ടറായിട്ടൊന്ന്. സോ എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് റിലീസിൽ ഐ വാണ്ടഡ് ടു ഡു സംതിങ് വെരി ഓഡിയൻസിന് ഇങ്ങനെ തോന്നണം ഇങ്ങനെ എന്തെങ്കിലും ഈസ് ട്രൈങ് ടു ഡു ബെറ്റർ. ഉണ്ണി ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഏറ്റവും ചെറുപ്പക്കാരനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് കേൾട്ടൻ 10ലാണ്. മേ ബി ഇത് കഴിഞ്ഞിട്ട് സ്റ്റൈൽ എന്ന സിനിമയിൽ നമ്മൾ കുറച്ചും കൂടി യൂത്ത് ഓറിയന്റഡ് സബ്ജക്ട്സ് ആണ് ഞാനിപ്പോൾ തിരഞ്ഞെടുക്കുന്നത്. ബട്ട് എനിക്കൊന്ന് 20-നെക്കാട്ടും താഴെ എനിക്ക് പോകാൻ പറ്റില്ല. എല്ലാവരും കഥ കേട്ടു, അതിൽ +2കാരനൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു അല്ല +2കാരനായിട്ട് വിളിച്ചാലും വണ്ണുള്ള +2 അല്ലെങ്കിൽ നല്ല മസിലുള്ള +2കാരനായിട്ട് ഞാൻ അഭിനയിച്ചോളാം. അല്ല ബട്ട് എനിക്ക് അങ്ങനെ ഒരു എൻ്റെ ഫിസിക്ക് അല്ലെങ്കിൽ മസിലിനോട് അങ്ങനെ ഞാൻ സിനിമയിൽ ഒരിക്കലും വന്നിട്ട് മസിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഭയങ്കര അസുഖം പിടിച്ച് നടക്കുന്ന ഒരു ആസ്തമ മലേറിയ ഒക്കെ പിടിച്ച ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ എക്സസൈസ് ഒക്കെ ചെയ്തപ്പോൾ എൻ്റെ ആരോഗ്യം നന്നായി. എനിക്ക് ഈ ഇഞ്ചക്ഷനും മരുന്നൊക്കെ കഴിക്കേണ്ടി വന്നില്ല. ആൻഡ് നൗ ഇറ്റ് ഹാസ് ബിക്കം എ പാർട്ട് ഓഫ് മൈ ലൈഫ്. ഇങ്ങനെ രാവിലെ എനിക്ക് ബ്രഷ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് വർക്കൗട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നത്. അത് എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. പിന്നെ ഇങ്ങനത്തെ ചില സിനിമകൾ വരുമ്പോൾ ഞാനിപ്പോൾ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഞാൻ മൊത്തത്തിലൊന്ന് ഒതുങ്ങി. ഈ സിനിമയുടെ ലുക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മോസിൻ അതായത് ഡയറക്ടർ എടുത്തു പറഞ്ഞ കാര്യമാണ് ഞാൻ ഉണ്ണിയോട് ആകെ പറഞ്ഞത്, കവിളൊട്ടണം, കവിള് നല്ലോണം ഒട്ടണം. കാരണം ചിലപ്പോൾ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും ചിലർക്ക് ഏറ്റവും അധികം വണ്ണം പോകുന്നത് മുഖത്തായിരിക്കും, ചിലർക്ക് ഏറ്റവും അവസാനം വണ്ണം പോകുന്നത് മുഖത്തായിരിക്കും. ഉണ്ണിക്ക് എങ്ങനെയായിരുന്നു? എനിക്ക് ഞാൻ ഈ വിക്രമാദിത്യൻ സമയത്ത് കവളൊക്കെ ഒട്ടിപ്പോയിട്ടുണ്ടായിരുന്നു, ബട്ട് നോട്ട് എക്സാക്ട്ലി. അപ്പോൾ പക്ഷേ ഓവറോൾ മസ്കുലാരിറ്റി ഭയങ്കര ഹെവി ആയതുകൊണ്ട് ഞാൻ സത്യത്തിൽ വിക്രമാദിത്യൻ ചെയ്യുമ്പോൾ എൻ്റെ വെയിറ്റ് 72 കിലോസ് ആൻഡ് കേൾട്ടൻ 10 ചെയ്യുമ്പോൾ 74 കിലോ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ 69 വരെയൊക്കെ പോയി വന്നു. അങ്ങനെ ഫ്ലക്ച്വേഷൻ അവൻ പറഞ്ഞില്ല. ഇടയ്ക്ക് നമ്മൾ ബ്രേക്ക് എടുത്തപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക്
ഞാൻ പറയാം ഒന്ന് പെട്ടെന്ന് ഷൂട്ട് തീർക്കടാ, എനിക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കണം. പക്ഷെ ഞാൻ ഊണൊക്കെ കഴിക്കണ്ടായിരുന്നു. പക്ഷേ ഈ കൗളിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇവിടെ മാക്സിമം അത് ഒട്ടട്ടെ, അപ്പോൾ ചെറുപ്പം കുറച്ചും കൂടി ഫീൽ ചെയ്യുള്ളൂ. അതിന് വേണ്ടിയിട്ട് കുറച്ച് പരിശ്രമിച്ചു. ബട്ട് ഇറ്റ്സ് വർത്ത് ഇറ്റ്. നല്ലൊരു സിനിമയാണ്, നല്ലൊരു ക്യാരക്ടറാണ്. മീൻസ് എനിക്ക് അങ്ങനെ തോന്നി അത് എനിക്ക് ഗുണം ചെയ്യും. അപ്പോൾ ഓവറോൾ ഓൺലൈൻ മീഡിയാസിൽ നിന്നും എന്നെ നേരിട്ട് സിനിമകൾ കണ്ട് വളരെ ജെന്വിനായിട്ട് വിമർശിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു ഉണ്ണിയുടെ ഏറ്റവും ബെസ്റ്റാണ്, ഈ സിനിമയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ആസ് എൻ ആക്ടർ നീ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഈ സിനിമയിൽ അത് ഫൈനലി മീൻസ് ഒരു മലപ്പുറം സ്ലാങ്ങിൽ സംസാരിക്കുക. അപ്പോൾ എനിക്ക് അതൊക്കെ ഒരു ഹൈ ആയിരുന്നു. ഇതുവരെ അങ്ങനെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല ഒരു സിനിമയിൽ. ഞാൻ ആക്ച്വലി തിരിഞ്ഞു നോക്കുമ്പോൾ ആക്ച്വലി മല്ലു സിംഗിൽ ഒരു ചെയ്തിട്ടുണ്ട്, ഹിന്ദി ടച്ച് ഉണ്ട്. പിന്നെ ലൈക്ക് ഐ എം ജസ്റ്റ് സെയിങ് ദാറ്റ് ഇങ്ങനെ ഒരു കേരളത്തിൽ ഒരു വേറെ രീതിയിലുള്ളൊരു ലാംഗ്വേജിന് ഇതുവരെ ട്രൈ ചെയ്തില്ല. പക്ഷെ ഇനി ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഒരു തൃശ്ശൂർ ഭാഷയായാലും അല്ലെങ്കിൽ ഈസിലി വരുന്നത് ഏത് ഭാഷയായിരിക്കും? സാധാരണ എനിക്ക് അതിൻ്റെ ഒരു അവിടുന്ന് ആയതുകൊണ്ട് എനിക്ക് ചെറിയ രീതിയിൽ എനിക്ക് പക്ഷെ ന്യൂട്രൽ ആക്സെന്റ് ആണ്. എനിക്ക് അങ്ങനെ ഒരു പക്ക തൃശ്ശൂർ സ്ലാങ് ഒന്നും ഇല്ല. ബട്ട് എനിക്ക് ചെയ്ത് അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു സംഭവം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനത്തെ സ്ക്രിപ്റ്റ്സ് ഒക്കെ കേൾക്കുന്നുണ്ട്. ആൻഡ് ഐ ജസ്റ്റ് വോണ്ട് ടു ഡു ഒരു എന്താ പറയുക, എന്നെ ചലഞ്ച് ചെയ്യപ്പെടുന്നത്. എനിക്ക് നമ്പർ ഓഫ് ഫിലിംസ് ഇപ്പോൾ എൻ്റെ 100ാമത്തെ സിനിമ എന്ന് കാണാൻ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. നല്ല ക്യാരക്ടേഴ്സ് ചെയ്താൽ മതി. അത് ഇത്തിരി സമയം എടുത്തിട്ടായാലും ഐ എം വില്ലിങ് ടു ഗോ ടു ദാറ്റ് എക്സ്റ്റെൻറ്റ്. പക്ഷേ പ്രൊവൈഡഡ് അത്രയും സിനിമകൾ വരണം. പിന്നെ ഈ ചെയ്യുന്ന സിനിമകളൊക്കെ തിയേറ്ററിൽ പോയി പ്രേക്ഷകർ കാണണം. ബിക്കോസ് ഇപ്പോൾ ഓൺലൈൻ റിലീസായി പോകുന്നു, അല്ലെങ്കിൽ അന്യഭാഷ സിനിമകൾ പെട്ടെന്ന് ഇവിടെ ഇപ്പോൾ ഈദ് റിലീസാണ്. നമ്മുടെ ഇപ്പോൾ എൻ്റെ സിനിമയുടെ കൂടെ മമ്മൂക്കയുടെ സിനിമ റിലീസുണ്ട്, അച്ചാദിൻ. ചാക്കോച്ചൻ്റെ പടം റിലീസുണ്ട്, പിന്നെ ഈ പടം ദിലീപേട്ടൻ്റെ പടമുണ്ട്. അപ്പോൾ ഇത് മലയാളം സിനിമകളാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ പറഞ്ഞാൽ ബാഹുബലി റിലീസ് വരുമ്പോൾ തിയേറ്ററുകാരെല്ലാവരും ഒരു ബാഹുബലി പ്ലേ ചെയ്യുന്നു. എന്ത് കീപ്പിംഗ് അസൈഡ് മലയാള സിനിമകൾ. അപ്പോൾ നമുക്കൊക്കെ വരുന്നത് ഭയങ്കര നഷ്ടമാണ്. മലയാളി ഓഡിയൻസിന് വേണ്ടിയിട്ട് ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് ഇത്രയും ഇപ്പം ഞാനെടുത്ത എഫേർട്ട്, ചാക്കോച്ചന് വേറെ രീതിയിലെടുത്ത എഫേർട്സ് ഉണ്ട്, മമ്മൂക്ക എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്, ദിലീപേട്ടൻ. അപ്പോൾ ഇത്രയും സിനിമകൾ നമ്മൾ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് ഒരു വേറെ സിനിമ വരുന്നു ആൻഡ് അത് വലിയ സിനിമയാണെന്ന് പറഞ്ഞിട്ട് ഈ സിനിമകളൊക്കെ സൈഡ് ലൈൻ ചെയ്യുമ്പോൾ ഐ ഫീൽ വെരി സാഡ്. അപ്പോൾ നമ്മുടെ ആൾക്കാർ തന്നെ നമ്മുടെ സിനിമകളെ ഇങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ പിന്നെ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? പിന്നെ സിനിമകൾ കണ്ടു കഴിഞ്ഞിട്ട് ഒരു മോശം പറഞ്ഞാലും കുഴപ്പമില്ല, കണ്ടുല്ലോ, കണ്ടിട്ടാണല്ലോ പറഞ്ഞത്. എനിക്കത് മതി. ഞാൻ ഒരിക്കലും അത് എല്ലാ സിനിമകൾ സൂപ്പർ ഹിറ്റ് ആയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് ആൾക്കാർ കണ്ടിരിക്കണം എന്നുണ്ട്. പിന്നെ യൂത്തിനോടാണ് പറയേണ്ടത്. ബിക്കോസ് നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ കൾച്ചർ അതിന് ഭയങ്കര നെഗറ്റീവായിട്ടല്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് അറ്റ്ലീസ്റ്റ് നമ്മുടെ സിനിമയ്ക്ക് ഒരു പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ മലയാളത്തിലും ഒരു എന്താ പറയുക വലിയ സിനിമകൾ ഉണ്ടാക്കാനും ചെയ്യാനും പ്രഗത്ഭമായ ഡയറക്ടേഴ്സും ഉണ്ട്, ആക്ടേഴ്സും ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും വി വോണ്ട് സപ്പോർട്ട്. ഇപ്പോൾ മലയാള സിനിമയ്ക്ക് വേറെ റേഞ്ചിൽ പോവുകയാണെങ്കിൽ ടെക്നീഷ്യന്മാർ മാത്രം വിചാരിച്ചാൽ പോരാ, ഓഡിയൻസ് വരെ സ്ട്രിക്റ്റ് ആയിട്ട് മലയാള സിനിമയ്ക്കാണ് പ്രയോറിറ്റി. ആ സിനിമകൾ കണ്ടിട്ടേ ഞങ്ങൾ ഒരു അന്യഭാഷ സിനിമ കാണാൻ പോകുന്ന എന്നൊരു കുറച്ച് സോഫ്റ്റ് കോർണർ കാണിച്ചാൽ കാണിച്ചാൽ ഐ തിങ്ക് ദാറ്റ് ഈസ് ബിക്കോസ് പുറത്തുള്ള സ്റ്റേറ്റ്സിലൊന്നും നമ്മുടെ സിനിമകൾ അങ്ങനെ റിലീസായി കഴിഞ്ഞാൽ അവർ അവരുടെ സിനിമകൾ മാറ്റിയിട്ടൊന്നും നമ്മുടെ സിനിമ പ്ലേ ചെയ്യാറില്ല. നമുക്ക് മാത്രമേ ഉള്ളൂ ഈ വലിയ നമ്മുടെ മനസ്സ് മാത്രമേ ഉള്ളൂ ഇത്രയും വലിയ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ബിക്കോസ് തിയേറ്റേഴ്സിനും അത് മാറിപ്പോകുമ്പോൾ ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. ബിക്കോസ് നല്ല അഭിപ്രായമുണ്ട്, പക്ഷേ ആൾക്കാർ തിയേറ്ററിൽ പോകുമ്പോൾ മറ്റു സിനിമകളൊക്കെ കളിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഒരു തിയേറ്റർ ആൾക്കാർക്ക് ആ സിനിമ പ്ലേ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. ബട്ട് സ്റ്റിൽ നമ്മുടേതായ ചില രീതിയിൽ ചിന്തിക്കുമ്പോൾ ഐ ഫീൽ കുറച്ചും കൂടി. ബട്ട് അഗൈൻ അത് വേറെ, എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞതേ ഉള്ളൂ. ബിക്കോസ് ചില സമയത്ത് ബിക്കോസ് കുറേ കഷ്ടപ്പെട്ട് ഞാൻ ഒരു ആക്ടറിൻ്റെ വിഷമം മാത്രമല്ല, ടെക്നീഷ്യനും ചെയ്ത സിനിമ ഓഡിയൻസിനെ പോലെ നമ്മളും തിയേറ്ററിൽ വന്നിട്ട് തന്നെ കാണുന്നത്. അത് ആ ഒരു എല്ലാവരോടൊപ്പം ഇരുന്ന് കാണുന്ന ഒരു ഫീൽ. ചീത്ത പറഞ്ഞാലും ഞാൻ മനസ്സിലാക്കിയതോളം ഒരു ആക്ടറായാലും ഡയറക്ടറായാലും ഇതാണ് ഇഷ്ടം ഉള്ളതുകൊണ്ടല്ലോ ഈ പറയണേ. വി ട്രൈ ടു ഇംപ്രൂവ് ബിക്കോസ് റിയാക്ഷൻ അപ്പോൾ തന്നെ അറിയാൻ സാധിക്കും. അതെ, എന്തായാലും കാശ് മുടക്കിയിട്ട് ഇത്ര മോഷൻ സിനിമ എടുക്കാൻ ആരും ജനുവലി എഫേർട്ട് ഇല്ല, അതങ്ങനെ. ബട്ട് അതൊക്കെയാണ് പെട്ടെന്ന് കേൾട്ടൻ 10 നല്ല റിവ്യൂസ് ആണ്. ഞാൻ പറയുന്നത് കുറച്ചും കൂടി ഈ തിയേറ്ററിൽ പോയിട്ട് ഈ വെക്കേഷൻ സീസണിലൊക്കെ നമ്മുടെ സിനിമകൾ കാണാം. എൻ്റെ മാത്രമല്ല, വന്ന സിനിമകളെല്ലാം തിയേറ്ററിൽ പോയി കാണാം. സോ ദാറ്റ് ആക്ടറിനും അല്ലെങ്കിൽ ടെക്നീഷ്യന്മാർക്കും എല്ലാവർക്കും അടുത്ത സിനിമ നന്നായിട്ട് എടുക്കാനുള്ള ഒരു കുറച്ചും കൂടി ഒരു മോട്ടിവേഷൻ വരും.
ഇപ്പോൾ ഭക്ഷണപ്രിയനാണെന്ന് പറഞ്ഞു. ഇപ്പോൾ വിക്രമാദിത്യയിൽ കാണുന്ന പോലെ ഇങ്ങനെ 5 ബദാം, 5 ഡേറ്റ്സ്, 5 പിസ്ത അതൊക്കെ ഇങ്ങനെ എണ്ണി ശരിക്കും അങ്ങനെയാണോ? അങ്ങനെ കഴിക്കുന്ന ആളാണോ? ഭക്ഷണം കഴിക്കാറില്ല, ഞാൻ എൻ്റെ മനസ്സെന്ന് പറഞ്ഞ ഇഷ്ടമുള്ളത്രയും കഴിക്കും. പിന്നെ കേട്ടത് ഉണ്ണിമൂന്ന് ഒരു ദിവസം ഒരു 10-20 മുട്ട വരെയൊക്കെ കഴിക്കുന്നത് ശരിയാണോ? ചില സമയം വിക്രമാദിത്യൻ്റെ ഒരു വർക്കൗട്ട് റൂട്ടീൻ സമയത്ത് ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ഡയറ്റിലായിരുന്നു. സ്റ്റൈലിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അങ്ങനെ ആക്കി 10 ദിവസം. പിന്നെ ഞാനിപ്പോൾ എനിക്ക് കുറച്ച് സമയം വന്നപ്പോൾ ഞാൻ അതെല്ലാം തെറ്റിച്ചു. എനിക്ക് ആകെ ലൈക്ക് എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ഒരു ബിക്കോസ് ഒരു സാധാരണ ഭക്ഷണ രീതിയിൽ പോകാനാണ് എൻ്റെ ഇഷ്ടം. ഞാൻ പിന്നെ എക്സസൈസ് ചെയ്യും, പക്ഷെ കുറച്ച് സ്കെഡ്യൂളൊക്കെ ഒന്ന് ടൈറ്റ് ആയപ്പോൾ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡയറക്ടറോട് ഇപ്പോൾ പറയണം കുറച്ച് നമുക്ക് റിലാക്സ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. ബട്ട് എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ഡിസിപ്ലിൻ ലൈഫ്. എന്നോട് ഇപ്പോൾ പറയണ ഒരു ഇപ്പോൾ ഞാൻ 4-5 മാസമായി ചോറ് കഴിച്ചിട്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ പറഞ്ഞാൽ എനിക്കത് ഫോളോ ചെയ്യാൻ അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഉണ്ണി ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. അറ്റ് സെയിം ടൈം അതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യും. അങ്ങനെ എനിക്ക് ചോറ് മുമ്പിൽ കൊണ്ടുവച്ചാലും കഴിക്കില്ല. അങ്ങനെ കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ കഴിക്കില്ല, കഴിച്ചോന്ന് പറഞ്ഞാൽ കഴിക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല അങ്ങനെയായിട്ട്. ബട്ട് അതർവൈസ് ഫുഡിനോട് താല്പര്യമുണ്ട്. കമ്മിങ് ബാക്ക് ടു KL10 എൻ്റെ ക്യാരക്ടർ ഒരു സീക്വൻസ് ഉണ്ട്, ബിരിയാണി ദുഃഖം എന്ന് പറയുന്ന എപ്പിസോഡ് ഉണ്ട്. അപ്പോൾ ഇവന്റെ മുന്നിൽ ബിരിയാണി വയ്ക്കുമ്പോൾ ഇവൻ കഴിക്കുന്നില്ല. അപ്പോൾ എന്താണ് ആ പ്രശ്നം? 2 തവണ ബിരിയാണി വേണ്ടെന്ന് വയ്ക്കും. സോ അങ്ങനത്തെ ചില ക്യൂട്ടായ സീക്വൻസസ് ഒക്കെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അഹമ്മദ് ഐമു ബിരിയാണി കഴിച്ചില്ല എന്ന് എൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരം സിനിമ കാണുമ്പോൾ കിട്ടും. അതുപോലെ തന്നെ നായിക ചാന്ദിനിയുടെ ഫസ്റ്റ് മലയാള സിനിമയാണ്. ചാന്ദിനി ഓൾറെഡി തമിഴിലും തെലുങ്കിലൊക്കെ ഉണ്ട്. സോ ഷീ ഈസ് വെരി ഇമ്മച്ചുവർ. ഷീ ഈസ് വെരി മെച്ചുവർഡ്. ചാന്ദിനി പറഞ്ഞത് നിങ്ങൾ സെറ്റില് ടോം ആൻഡ് ജെറി പോലെയായിരുന്നു, ചാന്ദിനിയുടെ അമ്മയായിരുന്നു റെഫറി എന്നൊക്കെയാണ് പറഞ്ഞത്. ഷാനി ഭയങ്കര മെച്ചുവേർഡ് ഹീറോയിനാണ്. എൻ്റെ ഷാദിയ എന്നൊരു ക്യാരക്ടർ ഭയങ്കര ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. മലയാള സിനിമയിൽ തീർച്ചയായിട്ടും നല്ല വേഷങ്ങൾ ഇനിയും ചാന്ദിനിക്ക് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. ആൻഡ് ഐ വിഷ് ഓൾ ദ ബെസ്റ്റ് ടു ഹർ. എൻ്റെ കൂടെ വർക്ക് ചെയ്ത സിനിമയിൽ സൈജു കുറുപ്പ്, അജു വർഗീസ്, മാധവ്, ലുക്മാൻ, ഷഷ്ര, അഹമ്മദ് സിദ്ദിഖി, ബാസി, അങ്ങനെ കുറേ നല്ല ആക്ടേഴ്സ് ഈ സിനിമയിലുണ്ട്, യങ് ബ്ലഡ്. ആൻഡ് അവരൊക്കെ ആയതുകൊണ്ടും എൻ്റെ ക്യാരക്ടറിന് ഒരു സപ്പോർട്ട് ഉണ്ടായി. ആൻഡ് ഞാൻ അഫ്കോഴ്സ് ഞങ്ങൾക്ക് കോമ്പിനേഷൻ സീൻസ് ഒന്നുമില്ല, അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ട് അങ്ങനെയാണ്. ബട്ട് സ്റ്റിൽ ഒരു സീൻ ബാലൻസിങ് ഒക്കെ വരുമ്പോൾ ഇവർ ഉള്ളതുകൊണ്ട് ബാക്കി സീൻസൊക്കെ നല്ല രസമായിട്ട് പോകുന്നുണ്ട്. ഓഡിയൻസിന് ഒരു വേറെ ഫ്രഷ് ഫീൽ കിട്ടുന്നുണ്ട്. ഇനിയും ഈ ഗ്രൂപ്പിൻ്റെ ഒപ്പം കുറച്ച് പടങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് അഗൈൻ കമ്മിങ് ബാക്ക് ടു തിങ്, എനിക്കിങ്ങനെ നമ്പർ ഓഫ് ഫിലിംസ് കൂട്ടണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല, ജസ്റ്റ് ഡൂയിങ്. പക്ഷേ ഈ അടുത്തായിട്ട് കുറേ ഫ്രണ്ട്സ് പറഞ്ഞു ഇമ്മീഡിയറ്റ് റിലീസ് വരട്ടെ. ഞാൻ പറയാടാ ഇതിങ്ങനെ പെട്ടെന്നൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ. ബട്ട് കുറേ ഫ്രണ്ട്സിന് സിനിമകൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഉണ്ണി കൂടെ നിന്നാൽ കുറേ പടങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മൂവീസ് ഹാവ് ടു ഡു വെൽ. എന്നാലും ഉണ്ണി തേടി വന്നിപ്പോൾ ഒരുപാട് ഹീറോ റോൾസ് വരുന്നുണ്ട്, അതല്ലാതെ സപ്പോർട്ടിംഗ് റോൾസ് എല്ലാം വരുന്നുണ്ട്. അങ്ങനെ ഒരു മൈൻഡ് ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ട്, എനിക്ക് ഹീറോ ക്യാരക്ടേഴ്സ് കിട്ടിയാൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ സിനിമയിൽ ലൈക്ക് എൻ്റെ ആറ്റിറ്റ്യൂഡിൻ്റെ അതായിരിക്കും. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഡയറക്ഷനാണ് താല്പര്യം. എപ്പോഴെങ്കിലും ലൈക്ക് സിനിമയിൽ ഡയറക്ടർ ഇസ് ദി മെയിൻ ഗൈ. ഞാൻ സിനിമ തെരഞ്ഞെടുപ്പ് തന്നെ ഞാൻ ഡയറക്ഷന് വേണ്ടിയിട്ടാണ്. പിന്നെ അഭിനയിക്കാൻ അവസരങ്ങൾ കിട്ടി, അഭിനയിച്ചു, നടനായി. പിന്നെ സപ്പോർട്ടിങ് റോൾ ചെയ്ത് പിന്നീടാണ് ഞാനൊരു നായക വേഷത്തിലെത്തിയത്. എൻ്റെ 5ാമത്തെ സിനിമയാണ് മല്ലു സിംഗ്. പലർക്കും എൻ്റെ ഫസ്റ്റ് സിനിമയായിട്ട് തന്നെ തോന്നി. ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ റോൾസ് ചെയ്ത വ്യക്തിയാണ്. മമ്മൂക്കയോടൊപ്പം എൻ്റെ ഫസ്റ്റ് സിനിമ റിലീസായത്. ഇവൻച്വലി എനിക്ക് ഞാൻ ഒരു ചലഞ്ച് ചെയ്യപ്പെടുന്ന ഒരു സാധനം എനിക്കിഷ്ടമാണ്. സോ വെൻ ഐ ഓഫർ ഹീറോ റോൾസൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ. ബട്ട് അറ്റ് ദ സെയിം ടൈം നല്ല സപ്പോർട്ടിങ് റോൾസ് ഇപ്പോൾ അല്ലെങ്കിൽ നല്ല ക്യാരക്ടർ. ഇപ്പോൾ ഫയർമാനിൽ മമ്മൂക്കയാണ് ഹീറോ, ബട്ട് ഐ ഹാവ് എ വെരി സ്ട്രോങ് റോൾ. അപ്പോൾ എനിക്ക് അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. ബട്ട് പ്രിഫേർഡ് ഓഫ് കോഴ്സ് എനിക്ക് സോളോ അല്ലെങ്കിൽ നല്ല സിനിമകൾ ചെയ്യാൻ ആഗ്രഹം. എൻ്റേതായ സിനിമകൾ, എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അത് ഞാൻ തുറന്നു പറയുന്നത്. ഇപ്പോൾ ഡയറക്ടർ ആവാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഇനി എത്ര വർഷങ്ങൾ അങ്ങനെ ഒരു അറിയില്ല. അങ്ങനെ കണക്ക് എൻ്റെ പ്ലാനിങ്ങിൻ്റെ അനുസരിച്ച് എൻ്റെ കാര്യങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇനി അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നില്ല. ദ തിങ് ഇസ് ദാറ്റ് ഇങ്ങനെ there will be a point, സാച്ചുറേഷൻ എന്ന് പറയില്ലേ, നമ്മളിങ്ങനെ അങ്ങനെ ഒരു തീരുമാനം. ഞാനങ്ങനെ തീർത്ത് ഞാനിത് അഭിനയം നിർത്തുന്നില്ല ഒരിക്കലും. ബിക്കോസ് ഐ എൻജോയ് ഇറ്റ്. എനിക്ക് ഇതിനോട് താല്പര്യമുണ്ട്. എനിക്ക് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഏത് സെഗ്മെന്റ് ആയാലും അതിനോട് വലിയ താല്പര്യമുണ്ട്. ഇറ്റ്സ് വെരി ഹാർഡ് വർക്കിംഗ് ജോബ്. പക്ഷേ ഒരു പോയിന്റിൽ എത്തിയിട്ട് എന്തായാലും ഒരു സിനിമ ചെയ്യണമെന്നുണ്ട്. അത് ഇറ്റ് ഹാസ് ടു കം.
ഐ ബിലീവ് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ പോലും എനിക്ക് അർഹതയില്ല. ബിക്കോസ് ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, ഓരോ സിനിമ ചെയ്യുമ്പോൾ ഒരു സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു വരുന്നു. ബട്ട് ഓഫ് കോഴ്സ് ഇത് ബാക്ക് ഓഫ് ദി മൈൻഡ് ഒരു ആഗ്രഹമുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം. അപ്പോൾ എന്തായാലും KL10 കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. KL10 എന്തായാലും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമ ഉണ്ണിമുകുന്ദന് തന്ന ഏറ്റവും നല്ല എക്സ്പീരിയൻസ് എന്തായിരിക്കും? ഞാൻ ആസ് എൻ ആക്ടർ കുറച്ചും കൂടി മെച്യൂറായി എന്നാണ് ആൾക്കാർ പറയുന്നത്. ഇപ്പോൾ എനിക്ക് എൻ്റെ ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ മല്ലു സിംഗിനെ കുറിച്ച് ഇപ്പോൾ കോംപ്ലിമെൻറ്റ്സ് കിട്ടുമ്പോൾ എനിക്ക് വെരി ഫ്രാങ്ക്ലി എനിക്ക് അങ്ങനെ വലിയ സന്തോഷം തോന്നാറില്ല. കമോൺ, ഇറ്റ്സ് ബീൻ ലൈക്ക് 3 years now. അത് കഴിഞ്ഞിട്ട് ഇത്രയും സിനിമകൾ ഇറങ്ങി. പിന്നെ വിക്രമാദിത്യനെ കുറിച്ച് പറയുമ്പോഴും ഓക്കെ, ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് നടക്കുന്ന കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാനാണ് ഇഷ്ടം. ക്രിട്ടിക്കലി മോശം പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ബിക്കോസ് ലേറ്റസ്റ്റ് നടക്കുന്ന സംഭവം ഇതാണ്, ദിസ് ഇസ് മൈ ലൈഫ്. മറ്റേത് പാസ്റ്റ് ആണ്, അതിനെ പിടിച്ചതും കിട്ടി കഴിഞ്ഞു. സോ ഇപ്പോൾ അഹമ്മദിനെ കുറിച്ച് പറയുമ്പോഴാണ് ഭയങ്കര സന്തോഷം. ബിക്കോസ് എനിക്ക് കിട്ടിയ ഓൺലൈനിൽ നിന്നൊക്കെ ഞാൻ ഇരുന്ന് വായിക്കാറുണ്ട്. ഇങ്ങനെ മോശമായാലും നല്ലതായാലും ഞാൻ വായിക്കും, ജസ്റ്റ് ടു ഞാൻ റിപ്ലൈ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആർക്കൊക്കെ റിപ്ലൈ ചെയ്യണമെന്നാണ് പ്രശ്നം. എനിക്ക് ഇന്നൊരാൾക്ക് ഒരു കമൻറ്റിനെ അട്രാക്ട് ചെയ്തിട്ട് ഒരു റിപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ ഒരാൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു യുനാനിമസ് ആയിട്ട് ഒരു സാധനം കൊടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനിരുന്നാൽ പിന്നെ ക്വൈറ്റ് TDS എന്ത് പറയണമെന്നൊക്കെ ഒരു വിഷയമായിരിക്കും. അപ്പോൾ പിന്നെ ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ മേ ബി എവറി ടൈം എപ്പോഴും പ്രതീക്ഷിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ആവശ്യമില്ലാത്ത പ്രതീക്ഷ കൊടുക്കുന്നില്ല, അത്രേ ഉള്ളൂ. ബട്ട് എനിക്ക് ആഗ്രഹമുണ്ട്, ചില ഇമെയിൽസ് അല്ലെങ്കിൽ ചില മെസ്സേജസ് വരുമ്പോൾ ഭയങ്കര പേഴ്സണൽ ആയിരിക്കും, ഒന്ന് പറഞ്ഞേക്കാന്ന് തോന്നും. പക്ഷേ പിന്നെ ജസ്റ്റ് ടു ഒരു അങ്ങനെ പോകണ്ടെന്ന് വെച്ചിട്ട് കൊടുക്കാറില്ല എന്നുള്ളൂ. ബട്ട് എന്തായാലും ആ ഒരു ഫാൻ ഫോളോയിങ് അല്ലെങ്കിൽ ഒരു ഫാൻസിന്റെ അറ്റൻഷൻ ഉണ്ണി ശരിക്കും എൻജോയ് ചെയ്യുന്നില്ലേ? അത് ഒരു അതൊരു ഹൈ ആവാറുണ്ടോ? അങ്ങനെ എന്താ പറയുക, ഒരു ഹാപ്പി ഫീലിംഗ് എപ്പോഴും ആലോചിക്കുമ്പോൾ, രാവിലെ എണീക്കുമ്പോൾ ആലോചിക്കുമ്പോൾ ഓ ഞാനൊരു ആക്ടർ ആണല്ലേ, ഞാനൊരു ഹീറോ ആണല്ലേ. എപ്പോഴും ഇങ്ങനെ എപ്പോഴും ഇറ്റ്സ് ലൈക്ക് പെട്ടെന്ന് ഞാനൊരു ആക്ടറാണ്. ബിക്കോസ് ഞാൻ ചില സമയത്ത് ഐ ഫൊഗെറ്റ് ദാറ്റ് എന്നെ 10 പേര് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് അത് ചില സമയത്ത് ഭയങ്കര അത് ഞാനത് ചെയ്ത് ഇപ്പം ഈ അടുത്തായിട്ടാണ് അങ്ങനെ ഞാൻ ഐ ഷുഡ് ബി വെൽ ബിഹേവ്ഡ്, ഞാൻ കുറച്ചും കൂടി കൺട്രോളായിട്ട് ചിരിക്കണം, ഞാൻ അങ്ങനെയൊക്കെ കുറെ പേര് മറന്നു പോകാറുണ്ട് മിക്കവാറും. ബിക്കോസ് ഞാൻ ഞാൻ ചിരിക്കുന്നത് ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ ഞാൻ കുറച്ചും കൂടി ലൗഡായിട്ടാണ് ചിരിക്കാറ്. അപ്പോൾ കുറേ പേര് പറയും ഇങ്ങനെയൊന്നും ചിരിക്കരുതില്ല, അങ്ങനെയൊക്കെ ഉണ്ടോ? അപ്പോൾ ആ ഒരു ചിരി ഞാൻ അറിയാതെ ചിരിക്കുന്ന സീക്വൻസാണ് മോസിൻ സിനിമയിൽ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ മോസിൻ അപ്പോൾ ഹീസ് ലൈക്സ് ഇറ്റ്. അപ്പോൾ ഞാൻ പിന്നെ അതിനെ അധികം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോകാറില്ല. ഇഫ് യു ലൈക്ക് ഇറ്റ് യു ഷൂട്ട്, അത്രേ ഉള്ളൂ. ബിക്കോസ് മോസിൻ്റെ സിനിമയാണ്, മോസിനാണ് ഡയറക്ടർ, സോ യു ഷുഡ് ടേക്ക് ദ കോൾ. അപ്പോൾ അങ്ങനെ ബട്ട് ഒരു ആക്ടർ ആയതിനു ശേഷം ലൈഫ് നന്നായിട്ടേ ഉള്ളൂ. ബിക്കോസ് ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലാണ് എൻ്റെ ലൈഫ് മാറിയത്. സോ ഐ ഏൺഡ് എ ലോട്ട്. ബിക്കോസ് ഞാൻ പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് ഞാൻ അറിയിക്കാത്ത ഒരു ദൈവം അതിനെക്കാളും ഭയങ്കര കൂടുതൽ എനിക്ക് തന്നു എന്നൊരു സംഭവം. ബിക്കോസ് ഐ നോട്ട് ഡൺ ദാറ്റ് മച്ച് ഓഫ് ഹാർഡ് വർക്ക് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ അതുകൊണ്ട് ഇപ്പോൾ ഐ ജസ്റ്റ് ട്രൈ ടു മേക്ക് ഷുവർ ദാറ്റ് ഒരു സിനിമ എടുക്കുമ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ അതിനു വേണ്ടി എന്തെങ്കിലും ഒരു എഫേർട്ട് എടുക്കാൻ പറ്റുന്ന സാധനമാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുക, കിട്ടുന്നത് എന്തെങ്കിലും ചെയ്തിട്ടാണെന്നുള്ളൊരു സംഭവം. അങ്ങനത്തെ സിനിമകളോടാണ് കൂടുതൽ താല്പര്യം. അത് സിമ്പിൾ സിനിമ ആയിരിക്കും, ബട്ട് ആസ് എൻ ആക്ടർ ചിലപ്പോൾ ഭയങ്കര ചലഞ്ചിങ് ആയിരിക്കും. അടുത്ത സിനിമ വീണ്ടും മസിലായിട്ടാണ് നമ്മൾ ഉണ്ണിയെ കാണാൻ പോകുന്നത് സ്റ്റൈൽ സിനിമയിൽ. ഓൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ്. താങ്ക് യു. താങ്ക്സ്. ആഗ്രഹിക്കുന്ന പോലെ വളരെ എളുപ്പം സംവിധായകനായിട്ടായിരിക്കും നമ്മുടെ അടുത്ത ഇന്റർവ്യൂ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.